I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every year I need you. My one defense, my righteousness. Oh God, how I need you. The sin runs deep, your grace is warm. Where grace is found is where you are. Where you are, Lord, I am free. Holiness is Christ in me. Lord, I need you. Oh, I need you. Every year I need you. My one defense, my righteousness. Oh God, how I need you. So teach my soul to trust you. പ്രിയ മകന്റെ മാതാവിനായ സ്തോത്രം. ജീവനോടെ ഇരുന്ന് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ ദൈവം അനുവാദം നൽകുന്നതിനായി സ്തോത്രം. മറ്റ് സഹോദരങ്ങളായി ബന്ധുമിത്രാദികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ. ഇപ്പോൾ നിങ്ങളെ സമാധാനത്തോട് ഭവനത്തിൽ നിന്ന് ഇറങ്ങുവാൻ സംഗതി വരുത്തണം. Sometimes on the phone we speak of all the things you know, but just your voice is not enough. When I feel alone, I know you're not so far from home, but I just need to feel your touch. So take me over, make me feel tonight. I
ചിതരായി തീർന്നീട ഒരു പീഠമൊരുക്കീട ഗുരുവിൻ സ്നേഹമൊഴിയാകൽ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ 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 സർവ്വസ്നായകനായ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ആമേൻ. വിശുദ്ധരിൽ സംഗതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഥനും ബലവാനോർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനു എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് സഹായിക്കുകയും ചെയ്യണമേ. കർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനായ പരിപാലനം അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വിഭജിച്ചുകൊണ്ട് അരുൾ ചെയ്തു. അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു. ഈ പാനപാത്രം എന്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടിയാവുന്നു. ആകയാൽ ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും അവിടുത്തെ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ തന്റെ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനെതിരായി തെറ്റ് ചെയ്യുന്നു. ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യാവൂ. എന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തനിക്ക് തന്നെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളായിരിക്കുന്നതും അതുകൊണ്ടാണ്. ചിലരൊക്കെ മരിച്ചു പോയതും അതുകൊണ്ട് തന്നെ. പരിശുദ്ധ സുവിശേഷം സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകും. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി ഭൂതത്തിലേക്ക് തർക്കമാണ്. ഭക്ഷിക്കാൻ നമുക്ക് തന്റെ ശരീരം നൽകാൻ ഇവൻ എന്നെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല.
എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്ത പോലെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുന്നു. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിത് പറഞ്ഞത്. ശരീരത്തിലെ അംഗമായി ദൈവത്തിന്റെ ഉത്തമ പോരാളികളാൽ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകൾക്കും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾ കരുണാതലം ചെയ്യുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും. എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശരീരവും വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പം വിദ്യാഭ്യാസങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. അന്ന് ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ തിരുസന്നിധിയിൽ സ്തുതിഗീതം മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന. വീണ്ടും വരുവോരും ധന്യൻ ഉന്നത വീഥിയിലോശാന. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പണം ചെയ്യുവിൻ. പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പിതാവും യുവതാധ്യക്ഷനുമായ പുരോഹിതന്മാർ ശംശാനമാ സമർപ്പിതരൽമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് പ്രയോജനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. നമ്മുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും പ്രഭാതികത്തിനും യോജിച്ചത് അങ്ങയുടെ ജനത്തോടും എളിവനായ എന്നോടും വർദ്ധിക്കണം. എന്നേക്കും അങ്ങയുടേതാകുന്നു.
ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, നാവിൽ ഓസ്തിയായി നീ അലിയുമ്പോൾ സ്നേഹം ത്യാഗമായി രുചിച്ചിടുമ്പോൾ, നാവിൽ ഓസ്തിയായി നീ അലിയുമ്പോൾ സ്നേഹം ത്യാഗമായി രുചിച്ചിടുമ്പോൾ, നാദാ നിനക്കിന്നും വാഴുവാൻ നെഞ്ചം സക്രാരിയാക്കാം. നമ്മൾ കാഴ്ചയണച്ചല്ലോ. ഭാഗം നമ്മൾ കരുളത്തെ. വരനിര ചൊരിയത്തെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I come before you today, and this is one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I'll bless your name and thank you, Lord. I just wanna thank you, Lord. Thank you, Lord. I just wanna thank you, Lord. Thank you, Lord. For all you've done in my life, you took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I'll bless your name and thank you, Lord. വളരെ നീണ്ട കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെയൊരു സുദിനം വന്നെത്തിയത്. എൻ്റെ മകൻ ഏകദേശം 5 വർഷക്കാലത്തോളം കാത്തിരുന്നിട്ടാണ് ഈ അതികുർബാന സേവനത്തിലേക്ക് വന്നത്. കോവിഡും മറ്റു പ്രശ്നങ്ങളും കാരണം അത് നീണ്ടുപോകുകയായിരുന്നു. ഇന്ന് ഈ സുദിനം വളരെ ഭംഗിയായി നടത്തുവാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഞങ്ങളോടൊപ്പം അമേരിക്കയിൽ നിന്ന് വന്ന എൻ്റെ അനിയൻ, കുടുംബം, മാതാപിതാക്കൾ, അവരോടെല്ലാം നന്ദി പറയുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഈ പരിപാടിക്ക് മാത്രമായി വന്ന ഒരാളുണ്ട്, ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ ബിജു തോമസ്. അദ്ദേഹം 2 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കും. അതിനു മുമ്പേ കേക്ക് മുറിക്കും.
വളരെ വേണ്ടപ്പെട്ടവർക്ക് പെട്ടെന്ന് പോകേണ്ടവർക്ക് ആഹാരം കഴിച്ച് പോകാം. ബാക്കിയുള്ളവർക്കെല്ലാം ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് പോകാമുള്ളൂ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുകുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരിപാടികൾ അവർ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ധൃതിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആക്കാം, കഴിച്ചിട്ട് അവർക്ക് പോകാം. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പങ്കെടുക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും സന്ധ്യാവന്ദനങ്ങൾ. ആരോഗ്യം നൽകിയ ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ ദൈവം സംജാതമാക്കിയ സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ വാത്സല്യ സഹോദരൻ സുരു പറഞ്ഞതുപോലെ ലോകത്തെ ഞെട്ടിപ്പിച്ച നമ്മുടെ സഹോദരങ്ങളെ പലരും ഭൂമിയിൽ നിന്ന് വേർതിരിച്ച കോവിഡ് എന്ന മഹാവിപത്തിന് ശേഷം ഒരുമിച്ച് ഒത്തുചേരുവാൻ ഈ സന്ധ്യയിൽ ദൈവം നമുക്കെല്ലാവർക്കും സംഗതി വരുത്തിയിരുന്നു. അദ്ദേഹത്തെ പ്രസവിച്ചു വളർത്തിയ മാതാവിനോടുമൊക്കെ വളരെ സ്നേഹമുള്ള ഒരനുഗ്രഹിത സഹോദരനാണ് സുരു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞ ഒരു പദം എൻ്റെ ഹൃദയത്തിൽ ഓടിയെത്തുകയും, ധന്യനായ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സോടിരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. ഇന്നത്തെ താരങ്ങൾ നിങ്ങളാണ് താരം. ഇവരാണ് ഇന്നത്തെ താരം. വാസ്തവത്തിൽ ന്യൂയോർക്ക് ആസ്ഥാനമായി ഒരു ഡേ കെയർ സെന്റർ പ്രവർത്തിക്കും. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാർത്തികപ്പള്ളി ഡേ സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ അന്തേവാസികൾ ഇവിടെ ഒരു 3 പേര് താഴെയിരുന്നു. അതൊരാളുടെ പേര് ജോസയ്യ എന്നാണ്. അദ്ദേഹം ഇരിക്കുന്നതിനകത്ത് അധിക സമയം ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പം അന്തേവാസികളായിട്ട് 3-4 പേരേ ഉള്ളൂ. അതിലൊരാളുടെ പേര് ജോസയ്യ എന്നാണ്, വേറൊരാളുടെ പേര് ജോഷു, വേറൊരാളുടെ പേര് ജോയൽ. അതിനകത്ത് ഒരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അത് ഇന്നത്തെ താരങ്ങളിൽ ഒരാളായ ജിയാന. വാസ്തവത്തിൽ ഇവരെല്ലാം പിരിയെടുക്കുന്നുണ്ട്. ജിയാന ഇതെല്ലാം കൺട്രോൾ ചെയ്യും. ഇവരെപ്പോഴും അനുസരിക്കത്തില്ല. ഇവർ 4 പേരേ ഉള്ളൂ ഇപ്പോഴും അവിടുത്തെ അന്തേവാസികൾ. കേരളത്തിൽ നിന്ന് ഈ സെപ്റ്റംബറിൽ അതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കും. ഇവിടെ നാളെ എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അതിൻ്റെ വിസയുടെയും മറ്റുമൊക്കെ കാര്യങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഇവിടെ ജിയാന സ്ഥലത്ത് നിങ്ങൾ പോകുന്നതിന് മുമ്പ് സഹോദരി പുള്ളി ഇത്ര സീരിയസ് ആണ് ഇപ്പം. പക്ഷേ ആൾ വളരെ സോഫ്റ്റാണ്. ഈ ജോസയ്യായോടും ജോഷുവായോടും ജോയിലിനോടും ഒക്കെ ഉള്ള ബന്ധത്തിൽ ആൾ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇരിക്കട, ഭക്ഷണം കഴിക്കട. അവിടെ മുതിർന്ന അന്തേവാസികളുണ്ട്. അവരുടെ കൺട്രോളിൽ നിൽക്കാതെ വന്നാൽ ജിയാന അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഏറ്റെടുക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലുള്ള ശാന്തമായ ആളൊന്നുമല്ല. തൻ്റെ ആ പ്രതിഭ അല്ലെങ്കിൽ തന്നിൽ ഉള്ള ആ അധികാരത്തിൻ്റെ ആ പരിധിയൊക്കെ പുറത്തെടുത്ത് ഇരിക്കടാ നിൽക്കടാ എന്നൊക്കെ പറയും. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൽ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ബൈബിൾ. ഇവർക്ക് ഈ വലിയ പുസ്തകം ജീവിതത്തെ ധന്യമാക്കുന്ന, അനുഗ്രഹമാക്കുന്ന, കരുപിടിപ്പിക്കുന്ന, ഭാവിയെ ശോഭനമാക്കുന്ന ഒരു പുസ്തകം. അത് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. അത് ലോകത്തിൽ ഇന്നോളം ചവറ്റുകൊട്ടയിൽ തള്ളപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല. ഇന്നും സുവിശേഷത്തിന്റെ യേശസ് ഉയർത്തുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. ഇവരുടെ ഭാവി തകർക്കട്ടെ,
ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇവർക്ക് ഈ പുസ്തകം ഇപ്പോൾ കൊടുക്കുകയാണ്. നിങ്ങളുടെ കരങ്ങളൊന്ന് അടിച്ചാട്ട്. What you felt when you come in Jesus Christ the first time of today? What you feel? Jesus Christ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എന്താണ് ജുവാനും ഫിയാനയ്ക്കും മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ സംഭവിച്ചത്? വലിയ സന്തോഷം തോന്നി. ജുവാനത്തിന് എങ്ങനെയുണ്ട്? ചേട്ടായിക്ക് എന്ത് തോന്നി? ജീസസ് ക്രൈസ്റ്റിന്റെ ബോഡി വന്നപ്പോൾ എനിക്കും സന്തോഷമുണ്ടായിരുന്നു. ബിക്കോസ് അത് വലിയൊരു സംഭവമാണ്. നമ്മുടെ ഈ ജീസസ് ക്രൈസ്റ്റ് നമ്മളുടെ ബോഡിനകത്ത് ഇങ്ങനെ വരുന്നത് നമ്മളിങ്ങനെ എപ്പോഴും ചെയ്യുന്നു. You can be my guiding light, keep me company in the night. That's all I need, all I want is for you to stay a little longer now. With arms around me like a border, like the air I breathe, I'll let you in, keep me warm underneath my skin. 'Cause I'm giving in to your touch, I can never get enough. Diving deep into the ocean. You can be my safety zone, somewhere I can go when I feel alone. That's all I need, all I want is to stay a little longer now. Arms surround me like a border, like an endless stream. You take me in to a place that I've never been. Now I'm giving in to your touch, I will never get enough. Diving deep into the ocean. മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി. ആഴിത്തിരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാം, പിലിച്ചെറുത്തൂവൽ വീശി കാറ്റില.
A million lights hanging on the world tonight. I see him reaching down, dancing on the evening tide. For you, all the stars are singing with you. Every day I'm feeling alive. A million days, in every one I've seen your face. I know I'll never be alone. Even darkness comes away. For you, all the stars are singing with you. Every day I'm feeling alive. എന്തിനു വേണ്ടിയാ? ചോക്ലേറ്റ്. അമേരിക്കൻ ചോക്ലേറ്റ് അല്ല, ലണ്ടൻ ചോക്ലേറ്റ് അല്ല. ആലോചിച്ച് വായിച്ച് നമ്മളെ കേട്ടുന്നത് എന്തിനാണ്? എനിബഡി ചേച്ചി കഴിച്ചു കഴിച്ചതേ ബുദ്ധി. കസ്തൂരി മാൻമിഴി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. സായാഹ്നമേഘം നിൻ കവിളിൽ, താരാഗണങ്ങൾ നിൻ ഭൂമിയിൽ. Love breaks broken sails, tossed, turned by winds of change, biding its time. Life stays a frozen frame, frayed, pale with sands of time, feeling forlorn. And I see the grey gloom in starless skies, and I hear the woeful notes in pining larks, and I see the wilting blooms of lavender. Over and over the sea greets the shore, over and over the hues wait for
splendor divine. Now that you are here, the dew glistens again. Now that you are here, the breeze